ആർ യു ഓൺ ദെയർ മൈൻഡ്? അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ? നിങ്ങളോടുള്ള പ്രണയമുണ്ടോ? എന്നുള്ള ഒരു ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് സംഭവിക്കും. അതായത് ഒരു പുതിയ തുടക്കം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നുള്ള ഒരു വ്യക്തതയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. മേ ബി ഈ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരും. നിങ്ങളെ നേരിൽ വന്ന് കാണാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അത്രമാത്രം ഇവർ ഒരു ഹാപ്പി സിറ്റുവേഷൻ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണുള്ളത്. ഒരുപാട് തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. വളരെ ശക്തമായിട്ട് തന്നെ മറ്റു വ്യക്തികൾ ചിലപ്പോൾ ഈ വ്യക്തിയെ എതിർക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളായിരിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അവരെ ഫോഴ്സ്ഫുള്ളി തിരികെ കൊണ്ടുപോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു സമയത്ത് പോലും അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ്. യെസ്, ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ശക്തമായിട്ടുള്ള ഒരു ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു ഡിസിഷനിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നത്. 8 ഓഫ് വാൻഡ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഇപ്പോൾ അമിതമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് ആണ്. യെസ്, നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ പൂർണ്ണമായും ആഗ്രഹിക്കുകയാണ്. മേ ബി ആ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തി ഈ ഈ ഒരു സാഹചര്യത്തിൽ ഓവർകം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സെപ്പറേഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം ഈ വ്യക്തി തരണം ചെയ്ത് തന്നെ നിങ്ങളിലേക്ക് ശക്തമായിട്ട് തിരികെ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്നും അകന്ന് മാറിയിട്ടുണ്ടാവാം. മനസ്സുകൊണ്ട് ഈ വ്യക്തിയെ നിങ്ങൾ തന്നെ ചേസ് ചെയ്യുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് എല്ലാം അവസാനിച്ചു പോയി എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ ആ ഒരു ടൈമിൽ പോലും ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയാണ് ഈ റിലേഷൻഷിപ്പിലുള്ളത്. ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി അവർക്ക് ഇത്രയും നാളും നിങ്ങളുടെ അരികിൽ വരാനായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ലഭിക്കുന്നത്. നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു അവസരം ഈ വ്യക്തിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരുന്നു. മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ഒരു സമയത്ത് തന്നെയായിരിക്കും ഈ വ്യക്തിയിൽ നിന്നും ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ചാൻസസ് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി അതൊരു കോൾ ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ഒക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരാം. ഓക്കെ, യെസ്, നിങ്ങൾ തന്നെ ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം. തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോണ്ട് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷ ഇല്ലാണ്ടിരിക്കരുത്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യെസ്, ഒരുപാട് പോസിബിലിറ്റീസ് ആണ് ഇവിടെ കാണുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം. എന്നിരുന്നാൽ പോലും അവർ ഒരു മാത്രം നിങ്ങളെ ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ മതി എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അത്രമാത്രം അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത്. ഓക്കെ, 7 ഓഫ് പെന്റക്കിൾസ്, തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഈ വ്യക്തി ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഒരു എൻഡ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരു റീബർത്ത് ആൻഡ് ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇതുവരെയും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എൻഡ് ആണ് ഉണ്ടാവുന്നത്. അതുപോലെ ഒരു റീസ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി തന്നെയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ആൻഡ് യെസ്, യെസ്, ഡെഫിനറ്റ്ലി അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനം, അത്രയും അവരുടെ ഹൃദയത്തിൽ അത്രയും തീവ്രമായിട്ട് തന്നെ അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. അത്രയും ഒരു സ്ഥാനം അവർ നൽകുന്നുണ്ട്.
അതുപോലെ അവർ നിങ്ങളുടെ മുന്നിൽ അത്രയും സ്നേഹവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കൂടുതലായിട്ട് നമ്മൾ ക്ലാരിറ്റി ഇവിടെ ലഭിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ മുന്നിൽ വരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാനോ ഒക്കെ അവരിപ്പോൾ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു മിറാക്കിൾ പോലെ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരും. അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു മേ ബി അതൊരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കോൾ ആയിട്ടോ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് ക്ലാരിറ്റി ലഭിക്കുന്നത്. ഓക്കെ. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആണ് ലഭിക്കുന്നത്. എത്ര പേർക്കും റെസൊനേറ്റ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസൊനേറ്റ് ആവില്ല. മാക്സിമം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കാം. ഓക്കെ. I hope the future will bring us together because I love you more than you know. Okay. തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുമെന്ന് ഈ വ്യക്തി അമിതമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഐ ആം സോ റെസ്റ്റ്ലെസ് കാൺട്ട് ഡു എനിത്തിങ് വിതൗട്ട് യു. ഓക്കെ. നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അത്രയും അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയുകയാണ്. ആൻഡ് ഫീൽസ് ഡീപ്പ് സോൾ കണക്ഷൻ. ഓക്കെ. നമ്മൾ പറഞ്ഞ കാര്യമാണ്. അവർക്ക് അത്രയും ഡീപ്പായിട്ടുള്ളൊരു സോൾ കണക്ഷൻ ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ എം സീയിങ് യു ഇൻ മൈ ഡ്രീംസ്. അവരുടെ സ്വപ്നങ്ങളിൽ എപ്പോഴും നിങ്ങൾ മാത്രമാണ്. ഓക്കെ. ആൻഡ് യു സ്റ്റിൽ ഹോൾഡ് ദ കീ ടു മൈ ഹാർട്ട്. ഐ ലവ് യു സോ വെരി മച്ച്. ലവ് യു എ ലോട്ട്. ഓക്കെ. ഇപ്പോഴും അവരുടെ ആ ഒരു ഹൃദയത്തിൻ്റെ താക്കോല് നിങ്ങളുടെ കൈകളിലാണെന്ന് അവർ പറയുകയാണ്. അത്രമാത്രം അവർക്ക് നിങ്ങളോട് പ്രണയമുണ്ട്. ഓക്കെ. ആൻഡ് ഐ ഓൾവേസ് വാണ്ടഡ് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു. ഓക്കെ. നിങ്ങളുമായിട്ടുള്ള വിവാഹ ജീവിതം ഒക്കെ സ്വപ്നം കാണുന്നൊരു വ്യക്തിയാണ്. നിങ്ങളുമായിട്ടൊരു നല്ല ഫാമിലി ലൈഫ് ലീഡ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. വിൽ യു ആക്സെപ്റ്റ് മീ അഗെയിൻ. ഓക്കെ. അവർ ഇനിയും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ? ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. അവർ നിങ്ങളെ വിട്ട് പിരിഞ്ഞ ആ ഒരു ദിവസമാണ് അവർക്ക് ഏറ്റവും കഠിനകരമായിട്ടുള്ളൊരു ദിവസമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഐ മിസ് യുവർ പ്രസൻസ്. അവർ നിങ്ങളുടെ സാമീപ്യം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റാണ്. അത്രയും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. ഓക്കെ. നിങ്ങളാണ് അവരുടെ ലൈഫിലെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ എന്നവർ പറയുകയാണ്. ആൻഡ് ഫൈനലി ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു. ഓക്കെ. ഇതാണ് നമ്മുടെ ആ ഫൈനൽ മെസ്സേജ്. തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളൊരു പ്രോമിസ് ആണ് അവർ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ.